ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഖത്തറിലെ ടെമ്പറേച്ചർ കറണ്ട് ടെമ്പറേച്ചർ എത്രയാണെന്ന് പറയാം. ഇപ്പോൾ സമയം ഒരു 2:25 ആയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. അൽക്കോറാണ് ആദ്യം ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്ന അൽക്കോറിലാണ്. സോ അൽക്കോറാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവിടെ വെതർ എന്ന് പറയുന്നത് 40 ആണ്. ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കണോണ്ട് തല തിരിഞ്ഞ് കാണിക്കും, പക്ഷെ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. 40 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിക്കുന്നത്. ഇറ്റ്സ് ഫീൽസ് ലൈക്ക് 44 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ ഹ്യൂമിഡിറ്റി 28% ആണ്. ഇനി നമുക്ക് ഖത്തറിലെ വേറൊരു സിറ്റിയായ ദോഹ, മെയിൻ സിറ്റി ദോഹ നോക്കാവേ. ദോഹയിൽ ഹൈ ടെമ്പറേച്ചർ ആണ്, അതായത് 42 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റി 20% ആണ്. ഇനി നമുക്ക് അൽവക്ര ഒന്ന് ചെക്ക് ചെയ്യാം. പുറത്ത് സൗണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ്. അൽബക്ര 38 ഡിഗ്രി ആണ് കാണിക്കുന്നത്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി 37 ഡിഗ്രി ആണ് പെർസെൻറ്റേജ്. സോ ഗായ്സ്, ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാവേ. അതായത് നമ്മൾ ഈ സമ്മറിൽ എങ്ങനെയാണ് വീട്ടിൻ്റെ അകത്ത് മാത്രം ഇരുന്ന് സർവൈവ് ചെയ്യുന്നതെന്ന്. സോ എല്ലാവർക്കും വെൽക്കം ടു ഖത്തർ സമ്മർ സർവൈവൽ ഇൻസൈഡ് ഹോം വ്ലോഗ്. നട്ടുച്ച സമയം 12:10 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെന്ന് അടുത്ത അയൽവക്കത്തിനെയൊക്കെ ഒന്ന് എല്ലാവരും അവിടേക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ജനലൊക്കെ തുറന്നിട്ട് അയൽവക്കത്തും ഒക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഇവിടെ അതൊന്നും പറ്റൂല. ഇപ്പം നല്ല വെയിലാണ്. 45 ഡിഗ്രി മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട വെയിൽ കാരണം ജനൽ പോലും തുറന്നിടാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്താണെങ്കിൽ കട്ട വെയിലും ചൂടും, അകത്താണെങ്കിൽ ഇതുപോലെ AC ഇട്ട് നല്ല ചില്ല് തണുപ്പായിട്ടാണ് നമ്മളിരിക്കുന്നത്. പിന്നെ തണുപ്പാണോ അല്ലെങ്കിൽ ചൂടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാതെ ഇവിടെ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത്. കാരണം അവർക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. വീക്കെൻഡ് ആണെങ്കിൽ പോലും പുറത്ത് പോകാനോ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് ഈ സമ്മർ എന്ന് പറയുന്നത് ഗൾഫിൽ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഓരോ റൂമിലും ചെന്ന് നിങ്ങൾക്ക് പുറത്തുള്ള ആ ഒരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ എല്ലായിടത്തും കണ്ടില്ല, എല്ലാവരും അടച്ചു വെച്ചിട്ടുണ്ട്. ചിലർ മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാറ്റായത് കാരണം ഡസ്റ്റ് അകത്ത് വരുന്നുണ്ട്. പിന്നെ ഡ്രൈനെസ് ഉണ്ടാവും. നമ്മൾ AC ഇട്ട് 24 മണിക്കൂർ ഇരിക്കുന്നത് കാരണം കുഞ്ഞിനാണെങ്കിൽ ഡസ്റ്റ് ഉള്ളത് കാരണം ഇടയ്ക്ക് അവൻ്റെ കണ്ണൊക്കെ റെഡ്നെസ് ഉണ്ടായിരുന്നു അയ്യിൽ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മിക്കപ്പോഴും അടച്ചിടാറുള്ളത്. കാരണം ഹസ്ബൻഡ് ഒരു എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ ആയത് കാരണം പുള്ളിക്കാരൻ എപ്പോഴും എൻവയോൺമെൻറ്റ് നോക്കി നടക്കുന്ന ആളാണ്. സോ എൻ്റെ അടുത്ത് പറയും ജനൽ ഓപ്പൺ ചെയ്യരുതെന്ന്. 4 ചുവറിനകത്താണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഒരു റീൽ കാണൂലേ, നല്ല അയൽവക്കം, നല്ല ഒരു ഉറങ്ങാൻ പറ്റിയ റൂം, അങ്ങനെ എന്തോ ഒരു ഫണ്ണി റീൽസ് ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളത്തിൽ ഒരു കോമഡി. അതുപോലെയാണ് ഇപ്പം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പുറത്ത് പോയി കളിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് എമ്മുണ്ടല്ലേ കട്ടിലൊക്കെ കുലുക്കി കളിക്കുന്നത്. ഇതൊക്കെയാണ് അവൻ്റെ ഇവിടുത്തെ വിനോദം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ AC ഇട്ട് ഇരിക്കലാണ് പണി. 24 മണിക്കൂറും AC ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ കറണ്ട് ബില്ലൊക്കെ ഞങ്ങൾക്ക് എനിക്കറിഞ്ഞൂടാ. കാരണം നമ്മളിവിടെ അല്ലാണ്ട് റെൻറ്റ് കൊടുക്കുന്നത് കാരണം കറണ്ടൊക്കെ എല്ലാം കൂടി ചേർത്താണ് കൊടുക്കുന്നത്. അവരാണ് അടയ്ക്കുന്നത്. എന്നാലും ഒരു ഏകദേശം ഒരു 200-300 റിയാലൊക്കെ വരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ അതും ഞാൻ ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ജനൽ തുറന്ന് ഞാൻ കാണിച്ചിട്ട് അടച്ചു തന്നെ ഇടുന്നുണ്ട്. പുറത്തൊക്കെ ഉണ്ടില്ല, ആരുമില്ല. ശാന്തസുന്ദരമായ ഒരു പുറത്തുള്ള ഒരു വെയിലടിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇവിടെ കണ്ടില്ലേ ചെടി ഞങ്ങൾ ഇവിടെ മിൻറ്റ് വെച്ചിരുന്നതാണ്. എൻ്റെ വാപ്പ ഉണ്ടായിരുന്നപ്പോൾ നല്ലപോലെ നോക്കുന്നു. പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ആവിയായിട്ട് പോയെന്നാണ് തോന്നുന്നത്. സമ്മർ സ്റ്റാർട്ടായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് ഒരുപാട് പണി നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആരും പണി ചെയ്യാറില്ല. അതുകൊണ്ടാണ് പുറത്ത് ആരെയും കാണാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഹാളിൽ ഞാൻ കുറച്ച് നേരം എമ്രുവിന് ഇവിടെ ചെയറിൽ AC ഇട്ട് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ജനൽ അടയ്ക്കണം, AC ഇല്ലെങ്കിൽ പുറത്ത് പോകും. അപ്പോൾ ഞാൻ തൽക്കാലം എനിക്ക് വെട്ടമടിക്കട്ടെ വെയിലടിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ്, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിലടിക്കട്ടെ എന്നും പറഞ്ഞാണ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടത്. ഇനി കുറച്ച് നേരം നമുക്ക് ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടി വെള്ളം കുടിക്കാം. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് വെള്ളം കുടിക്കാറുണ്ട്. നിങ്ങളും വെള്ളം കുടിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ തൊണ്ടയൊക്കെ ഡ്രൈ ആയിട്ട് പോകും. സമ്മർ അല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും കുറേ വെള്ളം അണ്ടാവിൽ കുടിക്കാറുണ്ട്. എമ്രുവിനും കുറച്ച് വെള്ളം കൊടുക്കാറുണ്ട്. പിന്നെ കുളിയൊക്കെ കണക്കാണ്. കുളിയൊക്കെ ഞാൻ മിക്കപ്പോഴും രാത്രിയാണ്. പിന്നെ റീക്ക് രാവിലെ തന്നെ കുളിച്ചിട്ട് പോകും. പിന്നെ എമ്രുവിന് ഇതുപോലെ അവൻ ഉച്ചയ്ക്ക് കുളിപ്പിക്കാറുണ്ട്. പക്ഷേ ചൂടുവെള്ളത്തിലല്ല, കട്ട ചൂടായിരിക്കും പൈപ്പ് തുറക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് ഓൾറെഡി ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. ഇടയ്ക്കൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടായിരുന്നു. ഈ ഐസ് ക്യൂബില്ലേ, അത് ഈ ഫ്രീസറിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി ബക്കറ്റിലിടുന്നത് ഭയങ്കര വൈറലായിരുന്നു എന്ന് തോന്നുന്നു. ഗൾഫിലെ അവസ്ഥ എന്നും പറഞ്ഞിട്ടിരുന്നതാണ്. അതേപോലെയാണ്. പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇതുപോലെ വെള്ളം പിടിച്ച് വെച്ചിട്ട് കാഭാഗമോ അരഭാഗമൊക്കെ ബക്കറ്റിൽ പിടിച്ച് വെച്ചിട്ട് എമ്മുറിന് ബാക്കി വെള്ളം ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്താണ് കുളിപ്പിക്കാറുള്ളത്. പിന്നെ നമ്മുടെ ഇതാണ് എൻ്റെ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജനലുണ്ട്. ഞാൻ എപ്പോൾ ഏത് വീട്ടിൽ റൂം എടുത്താലും ഇങ്ങനെ ഒരു വിൻഡോ വേണം കിച്ചണിൽ എന്ന് പറഞ്ഞിട്ടാണ് എടുക്കാറ്. ഇവിടെയും അതും പ്രതീക്ഷിച്ച് എടുത്തതാണ്. കാരണം അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ഈ പുക എല്ലാം കൂടെ മണ്ടേ കയറി ചുമയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വിൻഡോ തുറന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇവിടെ പ്രാവിൻ്റെ ഒരു ശല്യമാണ് ആകെ ഉള്ളത്. പിന്നെ പ്രാവിനും ജീവിക്കണ്ടേ. നമ്മളിത് തുറന്നപ്പോൾ തന്നെ ഈ പ്രാവിൻ്റെ ഈ
ചിറകില്ല അതെല്ലാം കൂടെ ഉള്ളിലോട്ട് കയറി വരും കിച്ചണിലോട്ട്. അതുപോലെ തന്നെ പ്രാവിൻ്റെ അപ്പിയും എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സോ നമുക്കത് തുറന്നിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് മാക്സിമം ഹാളിൽ AC ഒക്കെ ഇട്ടിട്ട് ഇപ്പം ചൂടായത് കാരണം AC ഇട്ടിട്ട് നിൽക്കും. അതല്ല എങ്കിൽ ഞാൻ എന്തെന്ന് വെച്ചാൽ വിൻഡോ ഓപ്പൺ ചെയ്തിടും അവിടെ, അല്ലെങ്കിൽ ഞാൻ ചുമച്ച് മരിക്കും. അതുകൊണ്ട് അപ്പോൾ പൈപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. നട്ടുച്ചയ്ക്ക് കുക്കിംഗ് ചെയ്യാമെന്ന് പറയുന്നത് വായിൽ വരുന്നില്ല, ഒരു വാക്കുണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കുക്കിംഗ് ചെയ്ത് എനിക്കത് ശീലമായി. കഴിഞ്ഞ വർഷമൊക്കെ കുക്കിങ്ങിനൊക്കെ ഒരു കുക്കുണ്ടായിരുന്നു. അപ്പം കുക്കിങ്ങിനെ നട്ടുച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ ആലോചിക്കും എങ്ങനെ കുക്ക് ചെയ്യുന്നു, കാരണം പൈപ്പ് തുറക്കുമ്പോൾ ചൂട് വെള്ളം വരുമായിരുന്നേ. ഇപ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എനിക്ക് പിന്നെ ശീലമായത് കാരണം എനിക്ക് എപ്പോഴും കുക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തും പിന്നെ കുഞ്ഞ് നല്ല ചെറുതായിരുന്നപ്പോഴും എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ നമ്മൾ കുക്കിനെയൊക്കെ വെച്ചിരുന്നത്. ഇപ്പം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്കതങ്ങ് ശീലമായി. അപ്പം ഞാൻ ആദ്യം കുറേ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കുന്നുണ്ട്, പിന്നെ ക്ലീനാക്കി ഇവിടെ നീറ്റാക്കി വെക്കുന്നുണ്ട്. എന്നാലല്ലേ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ആ ഒരു ത്വര വരത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കുക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. അപ്പം എമ്പ്രൂന് നമുക്കൊരു മുട്ട ആദ്യം തന്നെ ഉച്ചയ്ക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഈ സമയം കഴിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അധികം ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഹെൽത്തിനൊക്കെ നല്ലതല്ലാന്ന്. പിന്നെ നമ്മൾ വായിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് അതൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത്, നാട്ടിലേക്ക് പോലെ തന്നെയാണ്. അപ്പം ഞാനൊരു മുട്ട അടിച്ച് എമ്പ്രൂന് കൊടുക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, അവന് ഞാൻ അവിടെ കുറച്ച് നേരം ജോലി ചെയ്യുമ്പോൾ TV ഇട്ടിരുത്താറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ കിച്ചണിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ചെയറിന് നീക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേരം സ്ക്രീൻ ടൈമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇരുത്തി ഇനിയിപ്പോൾ അവന് മുട്ട കൊടുക്കുമ്പോൾ അവൻ ഇരുന്ന് സ്വന്തമായിട്ട് കഴിച്ചോളുവേ. അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ നടക്കുകയാണ്. നല്ല ചൂടെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സും കൂടെ ഇട്ടുകൊണ്ട് ഒടുക്കത്തെ ചൂടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം കിച്ചൻ്റെ അകത്ത് AC ഇല്ലല്ലോ. ഹോളിലെ AC ആണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അതും വലിയ ഹോളായത് കാരണം ഇങ്ങ് എത്തുന്നത് വച്ച് നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഈ കിച്ചണിൽ നിന്ന് പരിപാടികൾ ചെയ്യുന്നത്. അങ്ങനെ എമ്പ്രൂവിൻ്റെ മുട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എമ്പ്രൂവിൻ്റെ മുട്ട കൊടുക്കുന്നുണ്ട്. എമ്പ്രു ഇരുന്ന് കഴിക്കട്ടെ ആസ്വദിച്ചത്. ഇവിടെ ഇരിക്കുന്നുണ്ട് മുട്ടയും വെയിറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ സാധാരണ ഈ മുട്ട ഇങ്ങനെ എടുത്തിട്ട് ഈ അവൻ്റെ ആ ചെയറില്ലേ ആ ടേബിളിൽ തന്നെ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന ഇതിൽ കൊണ്ടങ്ങ് വെച്ചു കൊടുത്തു ഓർക്കാതെ. പിന്നെ എല്ലാം ഓരോന്നായിട്ട് നുള്ളി പറക്കി അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പാത്രത്തോടെ എടുത്ത് അങ്ങ് തട്ടി. അപ്പോൾ എമ്പ്രു ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ, നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു നെച്ചോറ് ഉണ്ടാക്കാമെന്നാണ്. കാരണം ഇന്നലെ ഉരുളക്കിഴങ്ങ് കറി വെച്ച്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവനെ വെച്ചിട്ട് എല്ലാ ദിവസവും നിന്ന് കുക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ ഇന്നലെ ഭയങ്കര ജോലി ഉണ്ടായിരുന്നു, ഒതുക്കലും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഇന്ന് മാക്സിമം കുക്ക് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടല്ലോ അത് തന്നെ ചൂടാക്കി നെച്ചോറും കൂടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഞാൻ കഴിക്കുന്നില്ല, നെച്ചോറും ഉരുളക്കിഴങ്ങ് കറിയും മാത്രമാണ്. ഭയങ്കര ചൂടെടുത്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പം ഈ ഒരു നട്ടുച്ച സമയത്ത് നിന്ന് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ, എങ്കിലല്ലേ വായിക്ക് രുചിയായിട്ട് മുണുങ്ങാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക്. അല്ല ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയാലല്ലേ എനിക്ക് തിന്നാൻ പറ്റുള്ളൂ. പിന്നെ എമ്പ്രൂനും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അവൻ നെച്ചോറ് കൊടുത്താൽ കഴിക്കും, വെറുതെ ആണെങ്കിലും അവൻ ഇഷ്ടമാണ്. എമ്പ്രൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ അവന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഉറങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. ഇപ്പോൾ അങ്ങനെ ഡേ ടൈമിലൊന്നും ഉറങ്ങാറില്ല, എന്നാലും ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ലക്ഷണം കാണിച്ചുകൊണ്ട് ഫുഡ് അടിച്ചതിന് ശേഷം ഞാൻ ഇവനെ ഉറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വീഡിയോയും കാര്യങ്ങളും കൂടെ ബാക്കി എടുക്കാമല്ലോ. ഇപ്പോൾ ഇവ ഉറങ്ങാത്ത കാരണം എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കണക്കാണ്. അതുകൊണ്ടാണ് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ഞാൻ എടുക്കാത്ത. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കുറേ കോമൻസ് ഒക്കെ ഡെലിവറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആ കാര്യം കൂടെ പറയുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇവ ഉറങ്ങാത്തത് കൊണ്ടാണ്. ചൂട് ഫാനൊന്നും ഇല്ലല്ലോ, AC അവിടെ ഇട്ടിട്ടുണ്ട് ഹാളിൽ. തണുപ്പിങ് വരെ എത്തണ്ടേ, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ചൂടെടുക്കുമ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓടി അടുക്കളയിൽ നിന്ന് വേഗം പോയിട്ട് ഫാനൊക്കെ ഇട്ടിരിക്കുമല്ലോ. ഇവിടെ കണ്ടില്ലേ, ഞാൻ എല്ലാ 3 റൂം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഫാൻ ഇല്ല. ചില വീട്ടിലൊക്കെ ഫാൻ ഉണ്ട്, എന്തോ ഞാൻ പോകുന്ന വീട്ടിലൊന്നും ഞാൻ ഫാൻ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിൽ ആകുള്ളൊരു കുട്ടി ഫാനാണ്. ഇത് ഞാൻ ഇവിടത്തേക്കല്ല യൂസ് ചെയ്യുന്നത്, നാട്ടിൽ കൊണ്ടുപോകാനാണ്. അവിടുത്തെ ചൂട് കാരണം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നാട്ടിലെപ്പോഴും നമ്മൾ AC ഇട്ടിരുന്നാൽ ഒരുപാട് ബില്ലങ്ങ് വരുമല്ലോ, അപ്പോൾ പിന്നെ ഇട്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ഫാനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ രാത്രിയൊക്കെ കിടക്കാൻ നേരം ഇതുപോലെ ഹ്യൂമിഡിഫയറൊക്കെ വെച്ചിട്ടാണ് കിടക്കാറ്. കാരണം മൂക്കിൽ അകത്ത് ഡ്രൈ ആയിട്ട് ബ്ലഡൊക്കെ കാണാം, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ബ്രീത്തിങ് പ്രോബ്ലം വരും. രാത്രിയൊക്കെ ആണെങ്കിൽ കിടക്കുമ്പോൾ മൂക്കൊക്കെ അടഞ്ഞിട്ട്, കാരണം 24 മണിക്കൂർ AC ആണല്ലോ ഓടുന്നത്. അപ്പോൾ ഇതുപോലൊരു ഹ്യൂമിഡിഫയറൊക്കെ എന്തുകൊണ്ടും നല്ലതാണ്. സ്കിന്ന് ഡ്രൈ ആവാറുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫേസ് ചെയ്യണ്ടേ. അങ്ങനെ ഹ്യൂമിഡിഫയറൊക്കെ ഓണാക്കിയിട്ടാണ് എല്ലാ ദിവസവും നമ്മളിവിടെ കിടക്കാറുള്ളത്. പിന്നെ എമ്പ്രൂനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ ഉറക്കിയിട്ട് 2 വട്ടം ഞാൻ ഓൾറെഡി ഉറക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോഴത്തേക്കും ഇത് ഫുള്ള് ഇരുട്ടാക്കി വെച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ ഇവൻ ഉറങ്ങൂല. ഇപ്പോൾ വെയിലും കൂടെ ആയത് കാരണം നല്ല വെട്ടം ഇങ്ങ് വീടിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഫുള്ള് ഇരുട്ടാക്കി വെച്ചിട്ട് എന്നെ പ്രേതം പോലെ കാണുന്നത്. പ്രേതമൊന്നും പറഞ്ഞാൽ ആരും പേടിക്കണ്ട. അവനെ ഞാൻ കൊണ്ട് കിടത്തിയപ്പോൾ അവ എഴുന്നേറ്റ്. പിന്നെ ഞാൻ എൻ്റെ പുറത്ത് കിടത്തിയാണ് ഉറക്കുന്നത്. എന്നിട്ട് പതിയെ അങ്ങ് ചരിച്ച് മെത്തയിലോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഈ താഴത്തെ ഈ ബെഡിലാണ് കിടക്കാറുള്ളത്. കാരണം മുകളിൽ കിടന്നാൽ
ശരിയാവില്ല. ഇവൻ ആണെങ്കിൽ എന്താണ് 360 ഡിഗ്രി ഇങ്ങോട്ട് കറങ്ങും, അങ്ങനത്തെ ആളാണ്. അതുകൊണ്ട് തന്നെ വന്ന് വീഴും. അല്ലെങ്കിൽ സൈഡിൽ കിടക്കണ എൻ്റെ റീക്കാർഡ് നടുക്കാണ് കിടക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ അറ്റത്ത് കിടക്കുന്ന രണ്ടുപേരും കൂടെ വന്ന് താഴെ വീഴും അവൻ്റെ ചവിട്ട് കിട്ടി. അങ്ങനെ ചവിട്ട് കിട്ടി വീഴയൊന്നും ഇല്ല, അത്ര ഫോഴ്സായിട്ടൊന്നും ചവിട്ടൂലല്ലോ ബേബി അല്ലേ. ഞാൻ ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവനെ ഉറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് മൂടി കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, തണുപ്പാണല്ലോ, പുറത്ത് വെയിലാണെങ്കിലും അകത്ത് ഭയങ്കര തണുപ്പാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എമ്രൂനെ ഒന്ന് മൂടിക്കൊടുക്കാം. ഇതാണ് അവസ്ഥ ഗൈസ്. എമ്രൂനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടി പോവാണ്. സമയം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ്, കാണാമല്ലോ അല്ലേ. സൺസ്ക്രീൻ മെയിനാണ്, കാരണം പുറത്തിറങ്ങുന്നില്ല. സാധാരണ ഞാനിങ്ങനെ വേസ്റ്റ് കളയാൻ പോകാറില്ല, രാത്രി ഹസ്ബൻഡാണ് പോകുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു വേസ്റ്റ് കളഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള ആ ഒരു വെയിലിൻ്റെ ഇൻറ്റൻസിറ്റി കാണിച്ചു തരാമല്ലോ. ഓക്കെ, നമുക്ക് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ പുറത്ത് മാത്രമല്ല, നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്നാണ്. കാരണം ഇവിടെ ഞാൻ ചിലപ്പോഴേ അങ്ങനെ, ഇപ്പം ഞാൻ അങ്ങനെ വിൻഡോ ഒന്നും ഓപ്പൺ ചെയ്യാറില്ല, എന്നാലും ഞാൻ ഈ വെയിലത്താണ് ഇരിക്കാറ്, വെയിലടിക്കുന്ന ഭാഗത്തെ. അപ്പോൾ സൺസ്ക്രീൻ ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ, അത്രയ്ക്ക് വെയിലാണല്ലോ. അപ്പോൾ നമുക്ക് പോയി വേസ്റ്റ് കളഞ്ഞിട്ട് വരാം. പിന്നെ സൺസ്ക്രീൻ ഇട്ട ഉടനെ പുറത്ത് പോകരുതെന്നാണ് പറയുന്നത്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോകണമെന്നാണ്. ഇപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് വേഗം പോകുന്നത്. പിന്നെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലാണ് പോകുന്നത്, അവിടെയാണ് ഡസ്റ്റ്ബിൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊണ്ട് പോയി ഈ വേസ്റ്റ് ഒന്ന് എടുത്ത് കളയണം. അപ്പോൾ എമ്രൂനെ അവിടെ ഉറക്കിയിട്ടാണ് വന്നത്, അപ്പോൾ വേഗം പോയി കളയട്ടെ. പുറത്തിറങ്ങിയിട്ടുണ്ട്, നല്ല വെയിലാണ്, കട്ട വെയിലാണ്, കണ്ടല്ലോ അല്ലേ ഗൈസ്. കട്ട വെയിൽ എങ്ങനെയെങ്കിലും പോയെന്ന് എൻ്റെ അമ്മ ഓപ്പൺ ചെയ്യണമല്ലോ, കളയട്ടെ. ഇതാ ഡസ്റ്റ്ബിന്ന് കണ്ടല്ലോ അല്ലേ, അതാണ് ഡസ്റ്റ്ബിന്ന്, അവിടെയാണ് നമ്മൾ വേസ്റ്റ് കളയുന്നത്. ഇപ്പോൾ ഫുൾ കാലിയായിരുന്നു, ഞാൻ ഓടിപ്പോയിട്ട്, അത്രയ്ക്ക് വെയിൽ. പിന്നെ എമ്മർ ഉറക്കമാണ്, സോ പെട്ടെന്ന് വീട്ടിലെത്തുകയും വേണം. ഇവിടെ കുറേ പൂച്ചക്കുട്ടികൾ കിടക്കുന്നത് കാണിച്ചു തരാം, വേഗം ഓടട്ടെ. എനിക്ക് ഭയങ്കര ടെൻഷൻ. എമ്മറൂനെ കിടത്തിയിട്ടാണല്ലോ വന്നത്. 3 ആണേ നമ്മുടെ ഫ്ലോർ. നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടത്തേക്ക് അവസ്ഥ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് മാൻഡേറ്ററി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന 3ാമത്തെ നിലയായത് കാരണം ഈ ലിഫ്റ്റിൽ 3 അടിച്ച് വെയിറ്റ് ചെയ്ത് വേണം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് സാധനം ചൂടോടെ വെച്ചാലും അതങ്ങ് പെട്ടെന്ന് അങ്ങ് തണുത്തു പോകും. കാരണം ഫുൾ AC ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എനിക്കാണെങ്കിൽ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് AC ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം ചില സമയം അങ്ങ് കുളിരടിച്ചിട്ടേ ഭയങ്കരമായിട്ട് അങ്ങ് വിറയ്ക്കാൻ തുടങ്ങുന്ന പോലെ ഇരിക്കും, അത്രയ്ക്ക് തണുപ്പായിരിക്കും. ഊട്ടിയിലും മൈസൂരിലൊക്കെ ഇരിക്കുന്ന ഫീലായിരിക്കും. അവിടെ ഞാൻ ചില സമയം ഓഫ് ചെയ്തിടാറുണ്ട്. പക്ഷേ ഹസ്ബൻഡ് എന്നെ വഴക്കുറേ ഓഫ് ചെയ്യരുതെന്ന്. കാരണം അപ്പം ഞാനിപ്പോൾ AC ഓഫ് ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് ചൂടോടെ വെട്ടി മുഴുങ്ങുകയാണ്. നെച്ചോറും ഉരുളക്കിഴങ്ങ് കറിയാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എമ്രു ഉറങ്ങുന്നത് കാരണം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാമെന്ന്. അങ്ങനെ ഐപാഡ് എടുത്തുകൊണ്ട് വന്ന് വീഡിയോ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. കാരണം ഈവനിങ് ആകുമ്പോൾ നമുക്ക് പിന്നെ ബോറടി തുടങ്ങുമല്ലോ. ഹസ്ബൻഡ് ആണെങ്കിൽ 6 മണിയൊക്കെ ആവും ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് ഈവനിങ്. അപ്പോൾ ആ ടൈമിൽ ബോറടി ആയത് കാരണം ഇതുപോലെ TVയും അല്ലെങ്കിൽ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പിന്നെ എമ്രു എഴുന്നേറ്റപ്പോഴത്തേക്കും അവന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. ഈവനിങ് ഇതാണ് ഇപ്പോഴത്തെ പണി എന്ന് പറയുന്നത്. മുന്നേ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും പുറത്തൊക്കെ ഇറങ്ങാമായിരുന്നു. ഇനിയിപ്പോൾ പുറത്തിറങ്ങിയാലും നമ്മൾ നൈറ്റേ പോകത്തുള്ളൂ. നൈറ്റ് ആകുമ്പോൾ കുറച്ച് ചൂടൊക്കെ പോകും. പിന്നെ ഹ്യൂമിഡിറ്റി ഇപ്പോൾ അത്ര ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി പോവാ ജൂലൈ മാസമൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരിക്കും. നമ്മൾ രാത്രി ഇറങ്ങിയാലും ഒരു ചൂട്, മൊത്തം നമുക്ക് ചുറ്റും ചൂടായിരിക്കും, ആവി പറക്കുന്ന പോലെ തോന്നും. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ചായ ഇട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാം. അത് മിക്സ്ഡ് നട്ട്സ് ആണ്. അപ്പോൾ ഇതും കഴിച്ച് ചായയും കുടിക്കുന്നുണ്ട്. പിന്നെ ചായ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതൊന്നും കുടിക്കുന്നത് ഒഴിവാക്കാനാണ് മിനിസ്ട്രി വരെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കിതൊന്നും ഇല്ലാതെ പറ്റൂല. അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതൊക്കെ അങ്ങ് വായിലോട്ട് വിടാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഔട്ട്ഡോർ വർക്ക് ബാൻ ഉണ്ട്. അതായത് രാവിലെ 10 മണി മുതൽ 3:30 വരെ പുറത്ത് വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫൈനും കാര്യങ്ങളും കിട്ടും. ഇതിപ്പോൾ ജൂൺ 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 15 വരെയാണ് ഉള്ളത് ഈ ഒരു റൂൾ എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഉണ്ട്, കാരണം അത്രയ്ക്ക് ചൂടായത് കാരണം. പിന്നെ ഈവനിങ്ങോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാവേ. അങ്ങനെ വർക്ക് ചെയ്യരുത്. ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യരുത്. മിക്കവാറും ആരും ചെയ്യൂല. അതാണ് ഇവിടെ ഞാൻ നേരത്തെ പുറത്തൊക്കെ കാണിച്ചപ്പോൾ കണ്ടില്ല, ആരും അധികം വർക്ക് ചെയ്യാറില്ല. നേരത്തെയൊക്കെ ഇവിടെ പുറത്തൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു വിൻ്റർ സമയത്തൊക്കെ.
അപ്പോൾ ഇപ്പം അങ്ങനെ ആരും വർക്ക് ചെയ്യില്ല. പിന്നെ ഇപ്പം നമുക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റൂല. അഥവാ പുറത്തിറങ്ങിയാലും നല്ലപോലെ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. വെള്ളം കുടിക്കണം. പിന്നെ അതുപോലെ തന്നെ സൺസ്ക്രീൻ നല്ലപോലെ അപ്ലൈ ചെയ്യണം. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഡു കമൻറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് കണ്ടപ്പോൾ മനസ്സിലായില്ല, ഞാൻ ഈ ഒരു ഫ്ലാറ്റിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ള സമ്മർ സർവൈവൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള സമ്മർ എക്സ്പീരിയൻസ്, ഖത്തറിലെ പുറത്തുള്ള സമ്മർ എക്സ്പീരിയൻസ് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഡു കോമൻറ്റ്. ഞാൻ അതൊരു വ്ളോഗ് ചെയ്യാവേ. അപ്പോൾ നമുക്കിനി പുതിയൊരു വ്ളോഗിൽ കാണാം.